അപ്പോൾ നമ്മളുടെ വ്ലോഗിലെ പാർട്ട് 4 ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഞങ്ങളുടെ അമ്മച്ചൻ്റെ അനിയൻ്റെ വീട്ടിലാണ്. ഓക്കെ, ഇതാണ് ഞങ്ങൾ നിൽക്കുന്ന ഇപ്പോഴത്തെ വീട്. നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു വീടാണ്. സോ ഇവിടുന്ന് അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ടാണ് ഞങ്ങളുടെ വലിയച്ഛൻ്റെ വീട്, മീൻസ് അമ്മച്ചൻ്റെ അനിയൻ്റെ വീട്. പിന്നെ ഇത് അമ്മച്ചൻ്റെ അനിയൻ്റെ വീട്, മീൻസ് കൊച്ചൻ അങ്ങനത്തെ ആരുടെ വീടാണ് കറക്റ്റ് അറിയില്ല. അപ്പം ഞങ്ങളൊക്കെ വിളിക്കലുണ്ട്. സോ നമുക്കിനി അവിടെ പോയിട്ട് അവിടെ ആർക്കുണ്ടെന്ന് പോയി നോക്കിയിട്ട് വരാമല്ലോ. ഓക്കെ, ഇങ്ങനെയാണ് വഴി വരുന്നത് കേട്ടോ. നല്ല ഭംഗിയുള്ള വഴിയായിട്ട് കണ്ടോ. പ്രകൃതി രമണീയത പറഞ്ഞാൽ നല്ല പ്രകൃതി. നമ്മൾ കോട്ടയം ആണ് കേട്ടോ. കോട്ടയം ചങ്ങനാശ്ശേരി ഭാഗമാണ്. നമുക്ക് ഉള്ളിലേക്ക് കയറി പോയി നോക്കാം. ഇരുട്ടാണ്. ഒരു ഹായ് പറയും. ഇത് ഞങ്ങളെ വല്യമ്മയാണ്, ഇത് എന്റെ വല്യമ്മ. ഹായ് പറയും. അപ്പൊ ഞങ്ങൾ ഇവിടെയാണ് ഞങ്ങളെ പേരമ്മയുടെ മീൻസ് എന്റെ വല്യമ്മയുടെ പേരമ്മയുടെ വീട്. സോ ഇനി നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോകണം. ഓക്കെ, നമുക്കിനി അവിടെ പോയിട്ടാണ് അവിടുത്തെ ആൾക്കാരെ കാണിച്ചത്. അവിടെ നിന്ന് ഒരാളിപ്പോൾ ജോലിക്ക് പോയിട്ടുണ്ട്, ബാക്കി എല്ലാവരും അവിടെ ഉണ്ട്. പിന്നെ നമ്മളെ ഊഞ്ഞാലൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. നോക്കട്ടെ, എല്ലാവരും ഉണ്ട്. നമുക്ക് അങ്ങോട്ട് ചെന്നിട്ട് വേണം അവിടുത്തെ ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി. ഞങ്ങളെ യൂട്യൂബ് ചാനലാണ്. ഇതിന്റെ അമ്മച്ചൻ, മറ്റേ വലിയച്ഛൻ. അവിടെ യൂട്യൂബ് ചാനൽ ചർച്ച. പിന്നെ ഇതാണ് എന്റെ വലിയച്ഛൻ. പിന്നെ ഇതൊരു അമ്മമ്മയാണ്. ഒരു ഹായ് പറയും. ഓക്കെ, പിന്നെ ഇവിടുന്ന് ഉള്ളിലേക്ക് നമുക്ക് വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് പോയി നോക്കാം. അതായത് ഹായ് പറഞ്ഞ എന്റെ അച്ഛൻ ഹായ് പറ. അച്ഛ ഇനി നമുക്ക് ഇവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് മണ്ണാർശാല അമ്പലത്തിലേക്ക് ആണ് ഗായ്സ്. നമ്മൾ ഇവിടുന്ന് നേരെ മണ്ണാർശാല അമ്പലത്തിലേക്ക് കടക്കുകയാണ്. ഞാനൊരു ഊഞ്ഞാല വ്യൂ കാണിച്ചു തരാം. എല്ലാവരുണ്ട്. ഇനി നമുക്കാണ് പോകേണ്ടത്. സോ ഞാൻ ഇവിടുന്ന് ഒരു ഊഞ്ഞാല വ്യൂ കാണിച്ചു തരാം. കാശിയാണ്, അവന് ഊഞ്ഞാല ആടുകയാണ് കേട്ടോ. ഇനി ഞാനൊന്ന് ആടി കാണിച്ചു നമുക്ക് ഗൈസ്. നല്ല കാറ്റ്, നല്ല അവിടെ ഉണ്ട് കേട്ടോ നല്ലപോലെ. ഓക്കെ, ഇനി ഞാനൊന്ന് ഓടി കാണിച്ചു തരാം. അവൻ എടുത്തു തരും വീഡിയോ. എല്ലാവരും ഇറങ്ങാണ്. എല്ലാവരും ഇറങ്ങി, ഞാനും ഇറങ്ങി. എല്ലാവരും വണ്ടിക്കകത്ത് കയറി. കുറച്ച് പേര് അൾട്ടോ, കുറച്ച് പേര് എയർപോർട്ടിൽ. അങ്ങനെയാണ് നമ്മൾ കയറുന്നത്. സോ നമുക്ക് കയറാം. ഞാൻ ഞങ്ങൾ ഇറങ്ങാൻ പോവാണ്. ഇതേ വരുന്നു. വീണ്ടും നമ്മളെ 1K വന്നിട്ടുണ്ട് ഇവിടെ. 1.1K നല്ല താടി നമുക്ക് ഷേവ് ചെയ്യണം. ഇനി വൈറലാക്കും കേട്ടോ. നമുക്ക് ഇന്നൊരു റീൽ എടുക്കണം. നോബിയോന്റെ പച്ചയാണ് നമുക്ക് എടുക്കാം. ബൈ ബൈ. ഞങ്ങളെല്ലാരും ഇറങ്ങി വണ്ടിക്കകത്ത് കയറി. അപ്പോ ഞാന് എൻ്റെ പിന്നെ വല്യച്ഛനുണ്ട്, അനന്തു ഉണ്ട്, പിന്നെ കാശി ഇവിടെ ഉണ്ട്, അമ്മ ഇവിടെ ഉണ്ട്, പിന്നെ അച്ഛൻ ഇവിടെ ഉണ്ട്, പിന്നെ അച്ഛൻ ഇവിടെ ഉണ്ട്. കണ്ടോ? അപ്പൊ ഞങ്ങളെല്ലാരും കൂടി മണ്ണാർശാല അമ്പലത്തിലേക്കാണ് പോകുന്നത്. നമുക്ക് അവിടെ എത്തിയിട്ടാണ്. ഇവിടെ ഇപ്പൊ നെതർലാൻഡിന്റെ മോഡലിലാണ് വീട് വരുന്നത്. കണ്ടോ? നെതർലാൻഡ് മോഡലിലാണ് വീട് വരുന്നത്. വെള്ളം കയറിയാലും വീട്ടിൽ വെള്ളം കയറിയാല. അടിപൊളി ടെക്നോളജി. ഗൈസ്, ഇതാണ് കുട്ടനാടിന്റെ ഭംഗി. കുട്ടനാടിന്റെ ഭംഗി ആയില്ലടി. ആയില്ല? ഇത് കുട്ടനാടിന്റെ ഒരു ഭാഗമൊന്നേ ഉള്ളൂ. കുട്ടനാടിന്റെ ഭംഗിയിലോട്ട് പോകാം. അടുത്തു കൂടെ പോകുമ്പോൾ, ആലപ്പുഴയ്ക്ക് പോകുമ്പോഴൊരു വഴിയാണ്. പാലമൂത്ത് കൂടെ പോവാ. നമ്മളിപ്പോ വേറെ ഏതോ രാജ്യത്ത് എത്തിയോ. എന്താ നോക്കുക, അടിപൊളി. ഇപ്പൊ പാലത്തുനിന്ന് തന്നെ നമുക്ക് ആർച്ച് ഉണ്ട്. ആ ആർച്ച് വഴിയാണ് പോകേണ്ടത്. നമുക്ക് ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകും നമ്മള്. ഞാൻ മുന്നിക്ക് വീഴരുത് കേട്ടോ. അച്ഛൻ നമുക്ക് ഇനി മുതൽ ഫോൺ വെക്കാൻ സ്റ്റാൻഡ് വാങ്ങണേ. ആ വീഡിയോ എടുക്കാൻ സുഖം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ കുലുക്കി കൊടുക്കും.
അടിപൊളി ആർക്ക്, പക്ഷെ അടിപൊളി കേട്ടോ. നമ്മൾ വെള്ളത്തിന്റെ സൈഡിൽ കൂടെ പോകുന്ന 2 സൈഡും വെള്ളം നമ്മൾ നടക്കും കൂടെ. ഗൈസ് ഇനി നമ്മൾ വെള്ളത്തിന് നടുക്ക് കൂടെയാണ്. ഓ ഗൈസ് ആമ്പല് വിരിഞ്ഞോക്കണോക്കാ, നമുക്ക് കാണാൻ കഴിയും തോന്നുന്നില്ല. അമ്മ നമുക്ക് ഇന്ന് ഇറങ്ങാം. അച്ഛാ നമുക്ക് പറിക്കാൻ ഇറങ്ങാം കേട്ടോ അച്ഛാ. അച്ഛാ അമ്പലല്ലടാ ആമ്പൽ. എന്റെ കണ്ണുക്ക് കൊണ്ടോ കുത്തുവോ? ഞാനിവിടെ ഒരു ആമ്പല് പറിക്കണം നമുക്ക് കേട്ടോ. അതാക്കണം നടുക്കൊരു ആമ്പൽ. എന്താ ഞങ്ങളെല്ലാവരും ഇവിടെ ഒരു ഏതൊരു അമ്പലത്തിൽ മണ്ണാർശാലയ്ക്ക് പോണതിന് മുന്നുള്ള ഒരു അമ്പലമുണ്ട്, അവിടേക്ക് പോണിക്കാണ്. ഞങ്ങൾ അവർക്ക് തൊഴുതിട്ട് വരാം. ഇതാണ് അമ്പലം. ഞങ്ങൾ അവിടെ പോകട്ടെ. ഞങ്ങൾ അമ്പലത്തിലൊക്കെ കയറി. അപ്പം നമ്മൾ ഇത് ഈ അമ്പലത്തിൻ്റെ പേര് ബാലസുബ്രഹ്മണ്യ ക്ഷേത്രം എന്നാണ്. ഫോട്ടോ എടുത്തോ നീ? ഞങ്ങൾ ഇവിടെ നിൽക്കുകയാണ്. ഞങ്ങളെല്ലാവരും ഇപ്പം മണ്ണാർശാല അമ്പലത്തിലേക്ക് പോകാൻ എല്ലാവരും ഉണ്ട് കേട്ടോ. എല്ലാവരും ഉണ്ട്. സോ ഇവിടുന്ന് അങ്ങോട്ട് പറ്റും തോന്നുന്നു. മണ്ണാർശാല വലിയ അമ്പലമാണ്. ഞങ്ങളിപ്പോൾ അതിൻ്റെ ഭാഗത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ ഇവിടെ നമുക്ക് ഉള്ളിൽ രൂപമാണ്. അടിപൊളിയായിട്ടുള്ളൊരു പൂക്കളം രസമുണ്ട്. ഞങ്ങൾ മണ്ണാർശാല അമ്പലത്തിലെത്തി. ഇനി നമ്മൾ അമ്മേനെയൊക്കെ കണ്ടു. പക്ഷെ അമ്മേനോട് കുറച്ച് കാര്യം പറയുന്നുണ്ട്. അപ്പം അതൊന്നും പറയണം. നിങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിളിൽ യൂട്യൂബിൽ തന്നെ മണ്ണാർശാലയുടെ ഐതിഹ്യം എന്താണ് സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പോൾ ഞാനത് പറയാം. ഇവിടെ ഒരു അമ്മ ഉണ്ട്, അമ്മേനെ പൂജ ചെയ്യുന്ന അമ്മേൻ്റെ അടുത്ത് പറയാം. ഓക്കെ, നമ്മളെ വിഷമങ്ങളും ആഗ്രഹങ്ങളും ഇതൊക്കെ ഇതൊരു പാമ്പുകളുടെ നാഗങ്ങളുടെ ഒരു ഇതാണ്. അതൊക്കെ കൊടുക്കണ ഞാൻ അതിൻ്റെ ബോർഡ് നോക്കാൻ ആണ് അമ്മയുടെ ദർശനം കൊടുത്തിരിക്കുന്നത്. അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ അമ്മവരൊക്കെ ഉണ്ടെങ്കിൽ പോയി ദർശിക്കുന്ന അതുപോലെ ഒരു ഇതുള്ള അമ്പലമാണ്. പിന്നെ നാഗങ്ങളുടെ അമ്പലമാണ്. നാഗങ്ങൾക്ക് വലിയ ദോഷം ഇവിടെ വന്ന് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞങ്ങളെല്ലാവരും ഉണ്ട്. അമ്മേനെ കാണാൻ ഞങ്ങൾ കിട്ടുമ്പോൾ കണ്ടു, പക്ഷേ അമ്മയ്ക്ക് എന്തൊക്കെ പറയാനുണ്ട്. സോ അമ്മ അതിന് വെയിറ്റ് ചെയ്യണം. ഓക്കെ, ഞങ്ങൾക്ക് ഇതിനകത്ത് അധികം നേരം ഒന്നും ക്യാമറ പിടിക്കാൻ പറ്റില്ല തോന്നുന്നു. ഈ പുറത്തെത്തിയിട്ട് കാണാം. അപ്പൂപ്പൻ കാവാണ്. പാമ്പുണ്ടാവോ? ആനെ കാണുമ്പോ തന്നെ ഒരു നിഗൂഢത തോന്നുന്നു. മഴയല്ല വരുന്നേ. ഇവിടുന്ന് അങ്ങനെ ഉള്ളിലേക്കൊക്കെ കാടാണ്. ഞങ്ങൾക്ക് വേണേ കാണാം. കാട് 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 നടന്നു. ആ എടാ കാശി ബാക്കിക്ക് ഞാൻ വീട് എടുക്കട്ടെ, ഒന്ന് നോക്കിക്കോ. ഗൈസ് അവനോട് പറയാണ്. ഇവിടെയാണ് അവർ വരുന്നത്. ഇവിടെ എല്ലാവരും ഉണ്ട്, വരുന്നു. നമ്മുടെ ടീം എല്ലാവരും വരുന്നുണ്ട്. ഇത് ശ്രീ ഭദ്രകാളി ക്ഷേത്രം അങ്ങനെ കിടക്കാണ്. നല്ല വലിപ്പമുള്ളൊരു കാവാണ് കേട്ടോ. ഈ സൈഡിലുള്ള ഇത് ഫസ്റ്റ് ഇത് റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് ഇങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. സോ പാമ്പൊക്കെ ഉണ്ടാവുന്നവർ പറഞ്ഞിട്ട് ഉണ്ട്. അച്ഛൻ ഫോട്ടോ എടുക്കുന്നുണ്ട്, കാണുന്നുണ്ടോ എന്ന് കേൾക്കുന്നു. ഇങ്ങനെയാണ് ഇതൊക്കെ കാവാണ്. ആ കാണുന്നതൊക്കെ കാവ്. പാമ്പുകൾക്ക് കയറി പോകാനുള്ള മരം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവും. അപ്പോൾ ഇതിനകത്ത് വീണ് കഴിഞ്ഞാൽ പണിയാണ് ഗൈസ്. ഒരു ഇൻഡ്യ ഗൈസ്, ഞാൻ ഫോട്ടോ എടുക്കട്ടെ കേട്ടോ. ഞാൻ അച്ഛനെ കാണിച്ചിട്ട്. അതാണ് ഗൈസ്, എല്ലാവരും ഇതവിടെ ഉണ്ട്. സംഭവം അടിപൊളിയൊരു കാവാണ്. എന്തൊരു ഭംഗിയാണ്. പിന്നെ ഇവിടെ ഒരു ശ്രീ ധർമ്മക്ഷേത്രം എന്ന് പറഞ്ഞിട്ടൊരു ക്ഷേത്രമുണ്ട്. സോ ഇവിടെ ഒരു ദൈവം ആമസാർമാർ ഇവിടുന്ന് കണ്ട് ഫോണോട്ട് പോയാൽ നല്ല രസമുണ്ടാവും. കുറേ ആമകളുണ്ട് കേട്ടോ. കുറച്ചൊക്കെ ആണെങ്കിൽ പിന്നെ നോക്കുന്നത് കുറേ ഉണ്ട്. സർപ്പക്കാവ് ദൈവേ, അതാണ് പേടി, കൈ ഇറക്കുന്നത്. ഇതാണ് എല്ലാവരും കാണുന്ന സർപ്പക്കാവ്. ഗൈസ് നമ്മളെല്ലാരും തിരിച്ചു പോവുകയാണ്. തിരിച്ച് കാവിൽ നിന്നും മുടങ്ങുകയാണ്. ഞങ്ങളെല്ലാരും ഫോട്ടോ ഒക്കെ എടുക്കണം. ഇപ്പൊ പോയാനെ ഫോൺ കുഴിക്ക്.
ഞങ്ങളെല്ലാരും ഒന്ന് ഇറങ്ങാണ്. ഞങ്ങൾ എന്തൊരു അമ്പലമായിരുന്നു ഈ പേരും മറന്നടോ. അച്ഛ അമ്പലത്തിന്റെ പേരെന്താ അച്ഛ? അതിനെ മണ്ണാർശാല നാഗരാജ ക്ഷേത്രം. അപ്പൊ നമ്മൾ അവിടുന്ന് ഇനി ഇറങ്ങാൻ പോയിന്. ഇനി നേരെ വീട്ടിൽ പോകുന്നു, എക്സ്പ്ലനേഷൻ നടത്തുന്നു. ഇനി ഞാനൊരു ഇനി നമ്മള് ഇവിടുന്ന് നേരെ കുട്ടനാട് വഴി പോകും. നമ്മളെല്ലാരും കൂടി ബീച്ചിലേക്ക് പോതിക്കാണ്. ഇത് ബീച്ചമ്മ? ഇത് കടലും സ്ഥലവും കൂടി ഒരുമിച്ച് കാണുന്നു. കുറെ അടിപൊളി ബീച്ചാണ്. നമുക്ക് ഇതിനൊക്കെ ചാടി മറിഞ്ഞ് നടക്കണം. നമ്മൾ ഇതിന് കഴിഞ്ഞിട്ട് ബോട്ട് റൈഡിനാണ് പോകുന്നത്. ഇവിടെ അല്ല, കുറച്ചങ്ങോട്ട് പോയി ബോട്ട് റൈഡ് ഉണ്ടാവും, അവിടെയാണ് പോകുന്നത്. കണ്ണട വെച്ചിട്ടൊന്നും മനസ്സിലാവില്ല. വെയിൽ അങ്ങനെ കുഴപ്പമില്ല, ഇപ്പോൾ കണ്ണ് കുളിക്കണില്ല. ഓക്കെ, ഞാൻ ഇവിടെ നിന്നുള്ള വ്യൂ കാണിച്ചു തരാം. നല്ല തീരുമാനം എടുക്കുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് ഗൈസ്. ഞാൻ കാണിച്ചു തരട്ടെ. കടൽ ഇറങ്ങുകയാണ്. സോ നമ്മളെല്ലാവരും ഇവിടെ എല്ലാവരും വരുന്നുണ്ട്. കുറച്ച് പേരെ വരുന്നുള്ളൂ. വെയിലായതുകൊണ്ടേ എനിക്ക് കണ്ണാടി വെച്ചിട്ടാണ് കാണുന്നില്ല. കാരണം വെയിലില്ലാത്തതുകൊണ്ട് ഫോണിക്ക് നോക്കിയിട്ടൊന്നും മനസ്സിലാവില്ല. സോ ക്ലിയർ കുറവുള്ളവർ ക്ഷമിക്കുക. നമ്മൾ ചാടി പോകണം ഗൈസ്. അച്ഛൻ്റെ കാറിൻ്റെ സങ്കടം. എന്താ മീനെ പിടിച്ചിട്ടിരിക്കുക ഗൈസ്. നല്ല തീരുമാനം. അച്ഛൻ നമുക്ക് ഇവിടെ നിന്ന് കാണാം. വാ അച്ഛാ, കാല് നനയ്ക്കാം. ആണ് വ്യൂ പോയിന്റ്. നിങ്ങൾക്ക് ഒറ്റയ്ക്കൊക്കെ വന്നിരുന്ന എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സഹിക്കാം. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇവിടെ ഉണ്ട് കുറെ പേര് വരാനിടോ നിൽക്കുന്നു. ഇന്ന് അച്ഛൻ നമുക്കൊരു 500 റുപ്പീസ് ചലഞ്ചൊക്കെ തരാൻ ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് കാശി കടലമ്മ കള്ളീന്ന് എഴുതി. അതുകൊണ്ട് നമുക്കും എഴുതി നോക്കാം. മായ്ക്കും നോക്കാം. കടലമ്മ മായ്ക്കും നോക്കട്ടെ. ഞാൻ ധൈര്യമുണ്ട് മച്ചാ. കേറ്. ഞാൻ ഫോട്ടോ എടുത്തു. അച്ഛന്റെ കാല് നനയേ. അത്യാവശ്യം നല്ല പോലെ ഇതുണ്ട്. നമ്മള് കടലമ്മ കള്ളീന്ന് അച്ഛന്റെ കാല ഇതൊക്കെ വായിച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ജസ്റ്റ് ഒരു ഫോട്ടോഷൂട്ട് എടുത്ത് കൊടുക്കാം. ഇരിക്കണോ? അങ്ങനെ നല്ല അത്യാവശ്യം തിരക്ക് ഉണ്ട്. ഞങ്ങൾ ബോട്ട് പോണ് ഗൈസ്. ഞങ്ങൾ ബോട്ടും ഇരുന്ന് ജാല അടിക്കുകയാണ് ഗൈസ്. ഞാൻ നിന്റെ ഫ്രണ്ട് വ്യൂ കാണാം ഗൈസ്. നമ്മൾ കേറി തറിയുണ്ട്. നമ്മള് കേറി പോണ ഞാൻ ആനന്ദവും കൂടി മീൻ പിടിക്കാൻ പോണ്. ഇപ്പൊ തീരെ അടിച്ചു തരും. ഗൈസ് ഞാൻ ഓബിയോളം കയറി വരുന്നുണ്ട് കേട്ടോ. വെയിലുണ്ട് ഗൈസ്. ഞാൻ ബോട്ടിന്റെ ഫ്രണ്ട് അൺഎക്സ്പെക്ടഡ് മതി. ചീത്ത പറഞ്ഞു. അയിമ മുഴങ്ങാൻ കയറി അതങ്ങനെ മറിയുന്നുണ്ട് നല്ലപോലെ. അമ്മേ ഞാൻ കയറട്ടെ. നമ്മൾ കുറെ മീൻ പൊട്ടക്കാരനൊപ്പം നടക്കാണ്. ഞങ്ങൾ ഇവിടെ ഉണ്ട്. ഇവര് മീൻ പിടിക്കാൻ പോകണം. അപ്പൊ നമ്മൾ കൂടെ നിൽക്കാണ്. ഞാനും കൂടെ പോവാണ്. ഞാനും കൂടെ പോകണം. എന്നിട്ട് നാളെ തിരിച്ചു വരുള്ളൂ. ഹായ് പാടി. അപ്പൊ ഗൈസ് ഇവര് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം. ഇതപ്പോ ചെയ്യാം. ഞങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി വേറെ വീഡിയോ ഞങ്ങൾക്ക് തിരിച്ചു വന്നു. ഇവിടുന്ന് പോട്ടെ. കുറച്ച് നമുക്ക് ബ്രോഡ് റൈഡിങ് ഉണ്ട്.
പുറക്കാട് കടപ്പുറം. ഇവരൊന്നും ഇറങ്ങിയില്ല, ഇവർക്കൊക്കെ കാലിന വെള്ളം ലക്ഷം. സോ നമ്മൾ മാത്രമേ ഇറങ്ങുള്ളൂ. നീ വണ്ടി കട്ടെ. അങ്ങനെ പൊട്ട് അങ്ങനെ പൊട്ട് കാശി അങ്ങനെ പൊട്ട് തേച്ച് വെക്കുന്ന എല്ലാവരും ഇവിടെ എന്താ ആലപ്പുഴ വന്നിട്ട് നമ്മൾ ബോട്ട് റൈഡിന് പോവുകയാണ്. ഇവിടെ കുതിരച്ചേരി ബോട്ട് ജെട്ടിസിലാണ് വന്നിരിക്കുന്നത്. സോ ഇവിടെ നിന്ന് നമ്മൾ റൈഡിന് പോവുകയാണ്. ഞാൻ റൈഡ് വ്യൂ കാണിച്ചു. നമ്മൾ ഇതേ ബോട്ടിലേക്ക് കയറിയിട്ടുണ്ട്. കയറിയത് എല്ലാവരും കയറിയിട്ടുണ്ട്. ഞാൻ ഈ അറ്റത്താണ് കയറിയിരിക്കുന്നത്. നമുക്ക് സൈഡ് സീറ്റ് ഉണ്ട്. സോ ഞാൻ അവിടേക്ക് കയറിയിട്ടില്ല. ഞാൻ സൈഡ് സീറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. സൈഡ് സീറ്റ് ഇവിടെ നമ്മളെ സൈഡ് സീറ്റ് നമ്മളെ സെൻട്രൽ സീറ്റ് ഉണ്ട്. സൈഡ് സീറ്റ്. ബട്ട് ഇവിടെ വ്യൂ പോയിന്റ് രസമല്ല. വ്യൂ ഭയങ്കര വെരി ബാഡ് വ്യൂ വെരി ബാഡ് ആണ് ഗൈസ്. സോ ഞാൻ ഇവിടെ നിന്നിട്ടുള്ള വ്യൂ കാണിച്ചു തരാം. ബാക്ക് വ്യൂ കാണിച്ചു തരാം. ബാക്ക് വ്യൂ അത്യാവശ്യം അടിപൊളിയാണ്. ഇവിടെ ഈ ഒരു ബോട്ടിലാണ് കയറുന്നത്. അറിയുന്നവരുണ്ട് കമൻറ്റ് ചെയ്യുക. അടിപൊളിയാണ്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഫ്രണ്ടിലേക്കുള്ള വ്യൂ കാണിച്ചു തരട്ടെ ഗൈസ്. കാട്ടു ഗൈസ് പഴംപൊരിയും കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. നമ്മൾ പോയിക്കൊണ്ട് ബ്ലൂടൂത്തിന്റെ പേര് ഇംബെക്സ്. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. നല്ല വ്യൂ ഒക്കെ കാണിച്ചു തരാം. നല്ല വ്യൂ ഉണ്ട് ഗൈസ്. നല്ല രസമുണ്ട് ഗൈസ്. നമുക്ക് അച്ഛനൊക്കെ പറ്റിയ നമുക്ക് ഇനി ഇവിടുന്ന് കട കണ്ട് ഇതിങ്ങനെ ചരിയുമ്പോ പേടിയാവുന്നു ഗൈസ്. ഇത് ചരിഞ്ഞു വീഴൂലല്ലോ. കണക്റ്റായി. നമുക്കിനി ഡാൻസ് ഒക്കെ കളിക്കാം. സീറ്റ് നീങ്ങൂല. പിന്നെ ഗൈസ് നല്ല വ്യൂ പോയിന്റ് ആണ്. നമുക്ക് നോബിയോന്റെ കൈ കൊടുത്തിട്ട് എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? വ്യൂ അടിപൊളിയല്ലേ? എങ്ങനെയുണ്ട്? തണുപ്പുണ്ട്? എന്താ സംഭവിക്കുക എന്താ അറിയാ. എല്ലാവർക്കും അടിപൊളി എക്സ്പീരിയൻസ്. നമുക്ക് ഇനി അച്ഛനോട് നല്ല ഡീജെ എവിടെ കാണില്ല ഡീജെ ഒക്കെ ഉണ്ട്. പോയതിന്റെ സ്പീഡിൽ ഇപ്പൊ നമ്മളെ എടുക്കൂലേ? ഇതാണ് ഗൈസ് വ്യൂ. ഇല്ലെങ്കി ഞങ്ങള് പോട്ടെ ഇന്ന് രാത്രി ഞങ്ങൾക്ക് കപ്പയും ചിക്കനാണ്. ഇത് 3 മണിക്കൂർ യാത്ര 1800 രൂപ.